ആരോഗ്യകരമായ ജീവിതത്തിൽ വ്യായാമത്തിന്റെ ആവശ്യകത ഏറെയാണ്. യോഗ, സുംബ, നടത്തം തുടങ്ങി നിരവധി വ്യായാമ മുറകൾ ഇപ്പോൾ പലരും പരീക്ഷിക്കുന്നുണ്ട്. വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങും മുൻപ് ചെയ്യേണ്ട വാമപ്പ് വർക്കൗട്ടുകളെ കുറിച്ച് പറയുകയാണ് കൊച്ചിയിലെ ഹെൽത്ത് ട്രെയിനർ പൂർണിമ. ഈ റിപ്പോർട്ടോടെ പൂർണ്ണമാവുന്നു ലേഡീസ് മാൻ. നമസ്കാരം. നമസ്കാരം, ഞാൻ പൂർണിമ വിശ്വനാഥൻ സ്വാഗ് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്നൊരു ഫിറ്റ്നസ് സെൻറ്റർ നടത്തുന്നു. ബേസിക് ആയിട്ട് ഏതൊരു വർക്കൗട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് വാമപ്പ് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മസിൽസും ഒന്ന് വാമപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ എന്തൊരു വർക്കൗട്ടും തുടങ്ങാനായിട്ട്. നമ്മുടെ ബോഡിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം ഒരുപാട് മസിൽസ് ഉണ്ട്, 600 തൊട്ട് 700ഓളം മസിൽസ് വരെ ഉണ്ട്. സോ എല്ലാ മസിൽ ഗ്രൂപ്പ്സ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് അതൊന്ന് വാമപ്പ് ആയാൽ മാത്രമാണ് നിങ്ങളുടെ വർക്കൗട്ട് ഇഞ്ചുറി കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് തരം വാമപ്പാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. നെക്ക് തൊട്ട് ടോ വരെയുള്ള വാമപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യത്തെ വാമപ്പ് for your upper body, for your neck, which is side to side. Idana neck side to side, and then we also have a head side to side. നമ്മുടെ നെക്ക് ഏരിയയിലുള്ള എല്ലാ മസിൽസും ഒന്ന് വാമപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഓൾസോ. ഇതൊരു 10 തൊട്ടൊരു 15 റെപ്പറ്റീഷൻസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നെക്ക് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരുന്നത് ഷോൾഡർ ഏരിയയിലേക്കാണ്. ഷോൾഡർ ഒരു സ്മോൾ റൊട്ടേഷൻ, ഒരു ചെറിയ ആക്ടിവേഷൻ നടത്താൻ വേണ്ടിയിട്ട് വി ഡു ദിസ്. ആൻഡ് ദെൻ സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് വൈഡ് ആൻഡ് ദെൻ സ്മോൾ സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യുക. ഇത് പറയുന്നത് ഡെൽറ്റോയിഡ് സർക്കിൾസ് എന്നാണ്. 2 സൈഡിലോട്ട്, റിവേഴ്സ് ആൻഡ് അതർ വേ ഓൾസോ. സോ ഇതാണ് ഡെൽറ്റോയിഡ് സർക്കിൾസ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു ആക്ഷൻ കൂടെ ചെയ്യും, വിച്ച് ഇസ് സ്വിമ്മിങ് ആക്ഷൻ. നമ്മൾ സ്വിം ചെയ്യുന്ന പോലെ ഒരു ആക്ഷൻ. അത് ഇതുപോലെ ഫ്രണ്ടിലേക്കും ചെയ്യാം, അതുപോലെ നമ്മൾ ബാക്ക് റിവേഴ്സ് ഓൾസോ. സോ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 തൊട്ട് 15 റെപ്പറ്റീഷൻസ് വരെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. നെക്ക് കഴിഞ്ഞു, ഷോൾഡേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ചെസ്റ്റ് ഏരിയന് വേണ്ടിയിട്ടാണ്. ഹാൻഡ്സ് വൈഡ് ആൻഡ് ദെൻ വി പോപ്പ് ആ ചെസ്റ്റ് ഫോർവേഡ്. ഇതാണ് നമ്മൾ ചെസ്റ്റ് എക്സ്റ്റൻഷൻ എന്നുള്ളൊരു മൂവ്മെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഫോർ യുവർ ചെസ്റ്റ് മസിൽസ്. വി ഓൾസോ ഹാവ് ഡൈനമിക് ചെസ്റ്റ് മൂവ്മെൻറ്റ്, ദാറ്റ് ഇസ് ദിസ്. ഈ ഒരു മൂവ്മെൻറ്റും കൂടെ നമുക്ക് ചെയ്താൽ നമ്മുടെ ചെസ്റ്റ് ഏരിയന് മസിൽസൊക്കെ ഒന്ന് വാമപ്പ് ആവും. നമ്മുടെ ബോഡിയിലുള്ളൊരു വലിയൊരു മസിൽ ആണ് ഈ ഏരിയയിലുള്ളത്, വിച്ച് ഇസ് കോൾഡ് ഇസ് ലാറ്റ്സ്. അതിന് വേണ്ടിയിട്ടുള്ള വാമപ്പാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കൈ നമ്മൾ നേരെ ഓവർ ഹെഡായിട്ട് ടു ദ സൈഡ്, ആ ഒരു സ്ട്രെച്ച് നമ്മൾ കൊടുക്കുന്നത് ഈ ഏരിയയിലേക്കായിരിക്കും നമുക്ക് കിട്ടുക. സോ അതൊരു ഫാസ്റ്റർ മൂവ്മെൻറ്റിൽ ചെയ്താൽ നമ്മുടെ ആ ഏരിയയിലുള്ള മസിൽസ് ഒന്ന് വാമപ്പ് ആവും. അതുപോലെ തന്നെ ഇത് സൈഡിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മൂവ്മെൻറ്റും ഈ ഏരിയയിലുള്ള മസിൽസ് ഒന്ന് വാമപ്പ് ആയി കിട്ടും. നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ അബ്ഡമൻ ഏരിയന് വേണ്ടിയിട്ടുള്ളൊരു വാമപ്പാണ്. ഹാൻഡ്സ് ദിസ് വേ ആൻഡ് വി സ്വിങ് ടുവേർഡ്സ് ദി ബാക്ക്. ഇതിൽ നമ്മുടെ അബ്ഡമൻ ഏരിയ വിൽ ബി ടൈറ്റ് ആൻഡ് വി കീപ് സ്വിങ്ങിങ്. ഇതാണ് വൺ ഓഫ് ദ മൂവ്മെൻറ്റ്. ദി അതർ മൂവ്മെൻറ്റ് ഇസ് ക്രോസ് വിത്ത് യുവർ ടോസ്, വിത്ത് യുവർ ഹാൻഡ്സ് ഡൗൺ ടു ദ ടോസ്, വിച്ച് ഇസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോവർ ബാക്കിനുള്ള മൂവ്മെൻ്റ് ആണ്, വാമപ്പ് ആണ്. വാട്ട് യു കെൻ ഡു ഇസ് ഓൾ ദ വേ അപ്പ്, കം ഡൗൺ, ട്രൈ ആൻഡ് ടച്ച് യുവർ ടോസ്, ആൻഡ് ദെൻ വെൻ യു കം അപ്പ് യു കെൻ പുഷ് യുവർ ഹിപ്പ് ഫോർവേഡ്. അഗൈൻ നേരെ താഴോട്ട് പോവുക, ട്രൈ ആൻഡ് ടച്ച് യുവർ ടോസ്
ടോസ് തൊടാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ട്രൈ ആൻഡ് കീപ് യുവർ നീസ് സ്റ്റിഫ്. ഇത് ലോവർ ബാക്കിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചാണ്. ഇനിയുള്ളത് ലെഗ്സ് സ്ലൈറ്റ്ലി വൈഡർ ദാൻ യുവർ ഷോൾഡേഴ്സ് ആൻഡ് ദെൻ ഒരു കുറച്ച് ഡയഗണലി ആയിരിക്കും നിങ്ങൾ ഫീറ്റ് പ്ലേസ് ചെയ്യേണ്ടത്. കൈ നേരെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക, ബാക്കിൽ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക, ആൻഡ് ഡൗൺ ആൻഡ് അഗൈൻ ഡ്രൈവ് യുവർ ഹിപ്പ് ഫോർവേഡ്. നിങ്ങളുടെ കംഫർട്ടബിൾ സ്റ്റാൻസിൽ നിൽക്കാം, ബട്ട് വൈഡർ ദാൻ യുവർ ഷോൾഡേഴ്സ്. ഫ്രണ്ട്, ബാക്ക്, forward and drive your hips back. So when you drive your hips back, try and look up so that you can drive your hips maximum forward. So front, back, down and forward. So ഈ രണ്ട് മൂവ്മെൻറ്റ് നമ്മുടെ ലോവർ ബാക്കിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് തീർച്ചയായിട്ടും ചെയ്യണം. വളരെ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് നല്ലത്. നമ്മുടെ അബ്ഡമൻ, നമ്മുടെ ലോവർ ബാക്ക് കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത് ഹിപ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹിപ്പ് റൊട്ടേഷൻസ് വെരി കോമൺ മൂവ്മെൻറ്റ്. നിങ്ങൾക്കൊരു ഹാഫ് റൊട്ടേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 1/2 ദിസ് വേ ആൻഡ് ദെൻ ബാക്ക് അഗെയിൻ. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് നമ്മൾ ഹിപ്പ് ഒരു സൈഡിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഫ്രണ്ട് ആൻഡ് ടു ദി അതർ സൈഡ്. ഇതും ഒരു മൂവ്മെൻറ്റാണ്. അപ്പോൾ 2 ഹാഫായിട്ട് ചെയ്യുന്ന ഒരു നല്ല മൂവ്മെൻ്റ് ആയിരിക്കും. ഡ്രൈവ് 1 hip to the side, back and get it to the other side and to the center. അത് കഴിഞ്ഞ് move into the other side, forward and to the other side, get it to the center. So ഇതൊരു 2 ഹാഫ് മൂവ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹിപ്പിൻ്റെ ഒരു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ റൊട്ടേഷൻ ആണ് ഇനി കാണിക്കാൻ പോകുന്നത്, വിച്ച് വിൽ ബി ദിസ് ആൻഡ് ദെൻ ഇൻറ്റേർണൽ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നീ മൂവ്മെൻറ്റ് അധികം ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മുടെ ഹിപ്പിൻ്റെ റൊട്ടേഷൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സെയിം വേ ഫോർ ദി അതർ സൈഡ് ആസ് വെൽ. വലിയ മസിൽ ഗ്രൂപ്പ്സ് ആണ് നമ്മുടെ ലോവർ ബോഡി. സോ ഇനി ചെയ്യാൻ പോകുന്നത് ഹാംസ്ട്രിങ് സ്വൈപ്പ് എന്നുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഹാംസ്ട്രിങ് എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ ഈ ഭാഗത്തായിട്ട് വരും. സോ പ്ലേസ് യുവർ ലെഗ് ഫോർവേഡ് വിത്ത് യുവർ ഹീൽസ് ഡൗൺ, സ്ലോലി സ്വൈപ്പ്, ആങ്കിൾ വരെ കൊണ്ടുവരിക കൈ, ആൻഡ് സ്വൈപ്പ് ആൻഡ് കം ഫോർവേഡ്. ഇനി ചെയ്യാൻ പോകുന്ന ഒരു സ്ക്വാട്ട് മൂവ്മെൻ്റ് ആണ്. വി കൻ ആക്ച്വലി ഡു എ ഹാഫ് സ്ക്വാട്ട് മൂവ്മെൻറ്റ്. ദാറ്റ് ഇസ് ബിക്കോസ് വാം അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി കുറച്ചുകൂടെ ആക്ടിവേറ്റ് ആവാൻ നമ്മൾ ഹാഫ് സ്ക്വാട്ട് മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് നല്ലത്. നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബാക്ക് റൗണ്ടഡ് ആയിരിക്കാൻ പാടില്ല. സ്ട്രെയിറ്റ് ആയിട്ട് എത്ര ദൂരം നമുക്ക് ലോവർ പോകാൻ പറ്റുമോ അത്രയും പോയാൽ മതി. ആൻഡ് അറ്റ് ദ സെയിം ടൈം ചെസ്റ്റ് ഔട്ട്സൈഡ്, ദാറ്റ് ഇസ് സ്ട്രെച്ച്ഡ് ഔട്ട് ആയിരിക്കണം. ആൻഡ് ഓൾസോ യുവർ നീസ് ഷുഡ് നോട്ട് ക്രോസ് യുവർ ടോസ്. സോ ഇത് ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഹാഫ് സ്ക്വാട്ട് ചെയ്യാൻ. സോ ഡ്രൈവിങ് യുവർ ഹിപ്പ് ബാക്ക് ഓൾ ദി വേ ഡൗൺ. നമുക്ക് ചെസ്റ്റ് എത്ര ദൂരം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ പറ്റും, ബാക്ക് എത്ര ദൂരം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കും, അത്രയും പോയാൽ മതി. നമ്മൾ റൗണ്ട് ബാക്ക് ആവരുത്, നീസ് ക്രോസ് ചെയ്യരുത് ടോസിൽ. നീസ് ഷുഡ് ബി ഇൻ ലൈൻ വിത്ത് ദ ടോസ്. ആൻഡ് ദെൻ ഫുള്ളി എഴുന്നേക്കേണ്ട കാര്യമില്ല, ഫുള്ളി ലോക്ക്ഡ് നീസ് ആവേണ്ട കാര്യമില്ല. നമ്മൾ സോഫ്റ്റ് നീസ് ആയിട്ട് തന്നെ വെച്ചിട്ട് ഡൗൺ അഗൈൻ ആൻഡ് അപ്പ്.